ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും വീണയുടെ ജീവിതത്തിൽ വീണയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയ്ക്കതിൽ പങ്കെടുക്കാൻ കഴിയണമെന്നുള്ളൊരു വാശി നമ്മുടെ വീണയ്ക്കുണ്ട്. വീണയാണെങ്കിൽ അത് മാക്സിമം എങ്ങനെയാണെന്ന് പ്രയോജനപ്പെടുത്താൻ നോക്കുന്നതെന്നുള്ള രീതിയിൽ നിൽക്കുക. ഈ ഒരു സമയത്താണ് നമ്മുടെ ജോണിൻ്റെ അടുത്തിൽ കുതിര കയറാൻ വേണ്ടി ചെന്നത് സന്തോഷിൻ്റെ അമ്മാവൻ. കൃത്യമായിട്ട് അതിന് കാരണത്തടിച്ചതിൻ്റെ മറുപടിയും നമ്മുടെ ജോൺ അങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോണിനെ കുറേ കുറ്റമൊക്കെ പറഞ്ഞു സന്തോഷിനോട് ഈ പറയണ അമ്മാവൻ. അപ്പോൾ ഈ അമ്മാവൻ്റെ ആ ഒരു അസുഖം എന്താണെന്ന് സന്തോഷിനെ അറിയാമല്ലോ. അടിയും മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന അമ്മാവനോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം അവിടെ നിന്നങ്ങ് പോയി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വിഷ്ണുവിനെ കണ്ടാൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് വീണയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെ അമ്മയുടെ നമ്പരും അമ്മയുടെ കാര്യങ്ങളും എല്ലാം കൊടുത്ത് അമ്മ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് ഉള്ള പരിശ്രമം ഉണ്ടല്ലോ, അതിനു വേണ്ടി തന്നെ ഇറങ്ങുകയാണ്. അത് രാധയ്ക്കും മഹേഷിനും അറിയുകയില്ല. അവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. ഇനി കല്യാണ സമയം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അമ്മ എന്തിനെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ അമ്മയെ എങ്ങാനും ആരെങ്കിലും കാണുമോ, കണ്ടു കഴിഞ്ഞാൽ എന്താകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ അങ്ങനെ ഭയങ്കര വെപ്രാളം കയറി രണ്ടെണ്ണങ്ങളും കൂടി വീട്ടിലൂടെ ഇങ്ങനെ നടക്കുക. അപ്പം വീണയ്ക്ക് അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ ഒരു സമയത്താണ് വീണയെ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെയും പയ്യനെയും പറ്റി വീണയുടെ അച്ഛന് കൃത്യമായിട്ടൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ കാർഡിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അയാൾ എന്ത് വില കൊടുത്തും ഈ കല്യാണം എങ്ങനെയെങ്കിലും അലമ്പണം എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വീണ എന്ത് ചെയ്തു, വീണയും കല്ലും കൂടി ചേർന്ന് സന്തോഷിൻ്റെ കൈകളിലേക്ക് ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും ഇട്ടുകൊടുത്തു. അപ്പോൾ ആരാണോ എന്താണ് ഇതൊന്നും അറിയാത്ത രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് വേറൊരു നമ്പറിൽ നിന്ന്. അപ്പോൾ ആ നമ്പറിൽ നിന്ന് അതിനൊരു മെസ്സേജും, അതായത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്ന ആൾ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് സന്തോഷിൻ്റെ ഫോണിലേക്ക് ഇത് അയക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷ് ഭയങ്കരമായിട്ട് വിഷ്ണു ഭയങ്കരമായിട്ട് വിഷ്ണുവിൻ്റെ ഫോണിലേക്കാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടും കേട്ടും കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുവിന് ഭയങ്കര ഒരു ടെൻഷൻ. വിഷ്ണു അന്നേരം തന്നെ സൈബർ സെല്ലിലുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഞാനൊരു നമ്പർ നിനക്ക് അയച്ചു തരാം, ഒരു ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ അയച്ചു തരുന്ന നമ്പറും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എവിടെയായിരുന്നു എന്നുള്ളത് നീ ഒന്ന് നോക്കി പറയണം എന്ന് പറഞ്ഞു. സകല ഡീറ്റെയിൽസും എനിക്ക് വേണമെന്നും പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഇപ്പോൾ എന്താണ് നീ ഇങ്ങനെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളും തപ്പിപ്പോകുന്ന, ആരുടെ കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിന്നോട് വഴിയേ പറയാം, ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ്. ശരി, അത് അയച്ചോളൂ, ഞാനത് സെറ്റാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് മറുവശത്തുള്ള ആൾ ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഇരിക്കുക. വിഷ്ണുവിനാണെങ്കിൽ ഭയങ്കര ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ കയറിയിട്ടോ, അമ്മ ഇനിയിപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ളൊരിത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ നമ്പറാണെന്ന് വിഷ്ണുവിന് അറിയാമല്ലോ. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇനി ഇതിൻ്റെ പിറകിൽ ഇനി ആരുടെയെങ്കിലും എന്തെങ്കിലും കളിയുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് രാധയെ കാണുന്നത് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രാധ വിവരം ചോദിച്ചു, എന്താണ് വിഷ്ണുവേട്ടാ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണു ഉള്ള കാര്യം പറഞ്ഞു, ഇങ്ങനെ അമ്മയുടെ നമ്പർ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു, അമ്മ എവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങി ഇതെല്ലാം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്ണുവേട്ടൻ എന്താ ഈ പറയുന്നത്, രാധ പേടിച്ചു പോയിട്ടോ. വിഷ്ണുവേട്ടൻ എന്താ ഈ പറയണേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നോ, അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്ത ആരുടെ ബോഡിയാണെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പടച്ചു വിടുന്ന കള്ളത്തരങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ഒരു കള്ളത്തരം ആണെങ്കിലും അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് നോക്കിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു. വിഷ്ണു അത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് രാധയ്ക്ക് ഭയങ്കര എടുത്തു. വിഷ്ണുവേട്ടൻ ചുമ്മാ ഈ സമയത്ത് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട കാര്യമില്ല, ഇവിടെ കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, വിഷ്ണുവേട്ടൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാതെ ചുമ്മാ ആൾക്കാർ പറയുന്ന അതും ഇതെല്ലാം കേട്ട് വിഷ്ണുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിൽക്കല്ലേ തുടങ്ങി ഇതിലെല്ലാം പറഞ്ഞു. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ നമുക്കൊന്നും അറിയാമല്ലോ, അമ്മയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കെന്താ ബുദ്ധിമുട്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ല വിഷ്ണുവേട്ടൻ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന കാര്യം ആലോചിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ സൈബർ സെല്ലിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കോളും എന്നും പറഞ്ഞു കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി. മഹേഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്
മകേഷിനോട് ഈ കാര്യം പറയടാ കുഞ്ഞ് ചതിച്ചടാന്ന്. എന്താ ചേച്ചി എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വിഷ്ണുവേണ്ണ അയച്ചു കൊടുത്തു. അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തിരിക്കുക. വിഷ്ണുവേണ്ണ അത് അറിയാനായിട്ട് സൈബർ സെല്ല് വഴിതെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആശാനും ഞെട്ടിപ്പോയിട്ടോ. അവൾ എന്തൊരു ചതിയാണ് ഈ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചേച്ചിയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാൻ എനിക്കറിയില്ല, ഇതൊക്കെ ഇനി എന്താകുമെന്നുള്ളത്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീണയെ കാണാൻ പോകണം. വീണ അന്നേരം അവിടെ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതിനെ പിടിച്ച് വലിച്ചും കൊണ്ട് മാറ്റി നിർത്തിട്ട് നീ എന്ത് കാണിച്ചേടിയെന്ന് ചോദിച്ചു. എന്താ ചേച്ചിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. നീ എന്ത് പരിപാടിയെ കാണിച്ചത്? നീ അറിഞ്ഞില്ല കേട്ടില്ലെന്ന് എന്നോട് പറയരുത്. ഞാൻ നിന്റെ ചേച്ചിയാ, എന്നോട് കള്ളത്തരം കാണിക്കാൻ നീ നോക്കരുതെന്ന് പറഞ്ഞു. രാധേച്ചി എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുളാൻ നീ നോക്കരുത്. നീ എന്തിനാടി അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞ് വിഷ്ണുവേട്ടനെ അറിയിച്ചതെന്ന് ചോദിച്ചു. ഞാനൊന്നും അറിയിച്ചില്ല. ഞാനെന്തിനാ അതൊക്കെ അറിയിക്കുന്നത്? എൻ്റെ മുന്നിൽ കിടന്ന് കള്ളം പറയരുത്. നീ എന്ത് ചെയ്താലും എനിക്കത് മനസ്സിലാകും. നിന്റെ ചേച്ചിയാ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ വീണയെ വഴക്ക് പറയാം. രാധേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അമ്മയുടെ ഒരു കാര്യങ്ങളും ഞാൻ പുറത്തു വിട്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ പറഞ്ഞു. കള്ളം പറയാൻ നോക്കരുതെന്ന് പറയുമ്പോൾ എനിക്ക് രാധേച്ചിയോട് കള്ളം പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ഇങ്ങനെ രാധയുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഉരുളുവാണ്. അങ്ങനെ രാധയുടെ പേടിപ്പീരിനും രാധയുടെ ആ ഒരു ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ വീണ. അത് കഴിഞ്ഞ് വീണ റൂമിലിരിക്കും. അപ്പോൾ റൂമിലിരിക്കുന്ന വീണയുടെ അടുത്തേക്ക് വരുന്നു മഹേഷ് വന്നു കഴിഞ്ഞിട്ട് വീണയെ പേടിപ്പിക്കുകയാണ്. നീ എന്തെങ്കിലും അവിവേകം കാണിച്ചായിരുന്നോ മോളെ എന്ന് ചോദിച്ച്. എന്ത് അവിവേകം കാണിച്ചെന്ന്? മഹേഷേട്ടൻ എന്താ ഈ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നീ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ അമ്മ തന്നെയായിരിക്കും. ഈ അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ അമ്മ ഇവിടെ മുറിയിലാണെന്നോ പുറം ലോകത്തിലുള്ള ആരെങ്കിലും അറിയാനിടയായാൽ നീ ഓർത്തോ, നമ്മുടെ അമ്മ തന്നെയായിരിക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, അമ്മയായിരിക്കും ജയിലിൽ പോവേണ്ടി വരിക. നിനക്കറിയാലോ അതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മഹേഷ് നമ്മുടെ വീണയെ പേടിപ്പിക്കാം. അപ്പോൾ വീണയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു കൂസലും കേട്ടോ. വീണ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. കളി എവിടം വരെ കളിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ വീണയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വീണ ധൈര്യമായിട്ടിരിക്കാം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, മഹേഷിട്ട് ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ മഹേഷിൻ്റെ മുന്നിലും തടി തപ്പി തന്നെ നിൽക്കുക കേട്ടോ. ചുമ്മാ നിങ്ങൾ പറയുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വരുമരാഴികകളെന്ന് പറഞ്ഞു. എന്ത് വരുമരാഴികകൾ? അമ്മയും മുറിയിൽ പൂട്ടിയിട്ട് ഇതുപോലെ ക്രൂശിക്കുന്നതാണോ വരുമരാഴികകൾ? മഹേഷേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് വീണ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കല്ലുവിനോട് പറഞ്ഞു. അപ്പോൾ കല്ലു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്ലു എന്ത് ചെയ്യും എന്നിങ്ങനെ വീണയോടും ചോദിച്ചു. എന്താണെങ്കിലും മരുന്നെടുത്ത് വെച്ച് കാണാം, അതല്ലാതെ മറ്റൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടെന്നുള്ള കാര്യം കല്ലു നമ്മുടെ വീണയോട് പറഞ്ഞു. അങ്ങനെ അവർ ഈ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മകൾ, അതായത് രാധ ടീച്ചറമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുക. ടീച്ചറമ്മ ആണെങ്കിൽ ഇങ്ങനെ പുറത്തത്തെ വിശേഷങ്ങളൊന്നും അറിയാൻ കഴിയാതെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകൾ അമ്മയെ കാണാൻ കയറി ചെല്ലുന്നത്. അമ്മ വാതിൽ തുറന്ന് മോൾ ഇടിച്ചു കൂത്തി അകത്തേക്ക് കയറി ചെന്നിട്ട് അമ്മയെ ചുമ്മാ ഇട്ട് പേടിപ്പിക്കുക. അപ്പം നിനക്ക് എന്താ രാധയെ പറ്റി താഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായി, എനിക്ക് അതൊക്കെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹമൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, ഇവിടെ ഇരുന്നു, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളോ? അതിന് ഞാനെന്താ ചെയ്തത്? അമ്മ പിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അമ്മ ഒന്നും ചെയ്യാതെ അമ്മ നല്ല പുണ്യാളത്തെയായിട്ട് ഇരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രാധ അമ്മയെ വഴക്ക് പറഞ്ഞു. നിനക്ക് എന്താ രാധയെ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണ വീടാ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പഴയതുപോലെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അമ്മയ്ക്ക് ഭക്ഷണമൊന്നും കൊണ്ടുതരാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അത് കേട്ടപ്പോൾ ടീച്ചറമ്മയൊന്നും ഞെട്ടി കേട്ടോ. അപ്പം ഞാനെന്താ ഇവിടെ പട്ടിണി ഇരിക്കണമെന്ന് ചോദിച്ചു. പട്ടിണി ഇരിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഏതെങ്കിലും ഒരു നേരത്ത് കൊണ്ടുതരും, അത് കഴിച്ച് അമ്മ തൽക്കാലം അടങ്ങി ഒതുങ്ങി എവിടെ ഇരിക്കണം. മാത്രമല്ല പഴയതുപോലെ അമ്മയ്ക്ക് ആവശ്യങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം ആരെങ്കിലും അമ്മയുടെ കണ്ണിൽ പെട്ടാൽ, അമ്മ ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ. അതിന് ഞാനെന്താടി ചെയ്തത്? ഞാൻ തിരിച്ചു വന്നപ്പോൾ നിങ്ങളല്ലേ എന്നെ ഇവിടെ പൂട്ടിയിട്ടതെന്ന് ചോദിച്ചു അമ്മ. എന്തായാലും അമ്മ മരിച്ചെന്നും പറഞ്ഞ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ എന്ന് പറയും. ഇതൊക്കെ ഞാനാണോ ചെയ്തു കൂട്ടിയത്? ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ നിങ്ങൾ തന്നെയല്ലേ എല്ലാം ചെയ്തു കൂട്ടിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അമ്മ ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. അമ്മ ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ളൊരു സത്യം ഇനി ഈ പുറം ലോകം അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൾ അമ്മയെ പേടിപ്പിക്കുക. ഒരു കാരണവശാലും അമ്മ ഈ റൂം വിട്ട് പുറത്തേക്ക് പോരുകയോ അല്ലെങ്കിൽ അമ്മ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത് പോലെ
കർട്ടൻ തുറന്ന് ജനലിലൂടെ നോക്കുകയും ഇതൊന്നും ചെയ്തേക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാധ കുറേ നിബന്ധനകളും വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ടീച്ചറമ്മ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്തായാലും രാധയ്ക്കും മഹേഷിനും മുട്ടം പണി വരുമെന്ന് രണ്ടിനും മനസ്സിലായി. കാരണം ഇതിൻ്റെയൊക്കെ സൂത്രധാരന്മാർ ഇവർ രണ്ടുപേരുമാണല്ലോ. മഹേഷിനും രാധയ്ക്കും പൈസ വേണമായിരുന്നു. മഹേഷ് പൈസ ഉള്ളതും സ്വർണ്ണം എല്ലാം അടിച്ചു മാറ്റി മൊത്തം സെറ്റപ്പാക്കി. അതുപോലെ തന്നെ രാധയും എല്ലാം അവൾക്ക് പറ്റുന്ന രീതിയിൽ അവളും അടിച്ചു മാറ്റി. ഇനി ഉള്ളതും കൂടെ വഹിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മയെ കണ്ടത്. അതോടുകൂടി അമ്മയെ പിടിച്ച് പൂട്ടിയും വിട്ടു. അമ്മയെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കൈക്കയിലാക്കിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അപ്പം അതിൻ്റേതായ ഒരു പേടിയാണ് രണ്ടെണ്ണത്തിന്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറി. ഈ സമയത്ത് അമ്മയാകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ വീട്ടിൽ അവിടെ താഴെ എല്ലാവരും ഓടി നടന്ന് പന്തലിടൽ, മറ്റ് ചടങ്ങുകൾ ചെയ്യൽ എല്ലാം ഓടി നടന്ന് നല്ല തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ എല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കുടുംബത്തിൻ്റെ ശാപമായി മാറി അവരുടെ ചെകുത്താൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. അയാൾ നമ്മുടെ വീട് ലക്ഷ്യമാക്കി വരുന്നു. വന്നിങ്ങനെ നോക്കി നിൽക്കുക. വണ്ടി കൊണ്ടുവന്ന് പാതി വഴിയിൽ നിർത്തിയിട്ട് ഇവരെ നോക്കി, ഈ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മകളുടെ കല്യാണത്തിന് വീട് ഒരുങ്ങിയിരിക്കുന്നത്. സന്തോഷം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും അല്ല, പക കൊണ്ട് അയാൾ വന്നിരിക്കുന്ന വേറൊന്നുമല്ല. അയാളുടെ പേര് ആ ഒരു ഇതിൽ വെച്ചില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ വന്നു വീട്ടിലേക്ക് തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇനി ആ കുടുംബത്തിൽ അയാൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ കല്യാണത്തെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ഷേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.